Hello everyone, this is Sujit Bhaktan from Tech Travel Eat and ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലുള്ള ബേക്കൽ ഫോർട്ടിലല്ല, ബേക്കൽ ഫോർട്ടിനടുത്തുള്ള ബേക്കൽ ബീച്ച് പാർക്ക് എന്ന സ്ഥലത്താണ്. ബേക്കൽ ഫോർട്ട് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരും ബേക്കൽ ഫോർട്ടിൽ പോയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിപ്പുറത്ത് തൊട്ട് സമീപത്തായിട്ട് തന്നെ അടിപൊളി ഒരു ബീച്ചുണ്ട്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു നല്ല കിട്ടുക്കനൊരു സ്ഥലമുണ്ട്. ബേക്കൽ ബീച്ച് പാർക്ക് എന്ന് പറയാം. അപ്പോൾ ഇനി ബേക്കൽ ഫോർട്ട് പോകുന്ന ആൾക്കാർ ബേക്കൽ ബീച്ച് പാർക്കിൽ കൂടെ സന്ദർശിക്കാനായിട്ട് നിങ്ങളെ ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് ബേക്കൽ ബീച്ച് ഫോർട്ട് കണ്ടിട്ട് വരാം. ഇപ്പോൾ രാവിലെ 8 മണിയായി. ഞങ്ങളിപ്പോൾ ഉള്ളത് ബേക്കൽ ബീച്ച് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബേക്കൽ ഫോർട്ടിൻ്റെ തൊട്ട് സമീപത്തായിട്ടുള്ളൊരു ബീച്ചാണ്. ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഏരിയ ആണ്. ഒരു പാർക്കൊക്കെ ആയിട്ട് ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. കയറാനായിട്ട് 10 രൂപയാണ് എൻട്രൻസ് ഫീസ്. കാർ പാർക്ക് ചെയ്യുന്നതിന് 15 രൂപ, ക്യാമറ ചാർജസ് 15 രൂപ, വീഡിയോ സ്റ്റിൽ ക്യാമറയ്ക്കും 30 രൂപ, വീഡിയോ ക്യാമറയ്ക്കും കൊടുക്കണം. രാവിലെ 7 മുതൽ വൈകിട്ട് 7 മണി വരെ ഇവിടെ ഓപ്പൺ ആണ്. അപ്പോൾ എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. നല്ല ആമ്പിൾ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ധാരാളം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇവിടെ. ബേക്കൽ ബീച്ച് വളരെ ശാന്തമായിട്ടുള്ളൊരു സമുദ്രമാണ്. നമുക്ക് ഇവിടെ നിന്നാൽ ബേക്കൽ ഫോർട്ടിൻ്റെ നല്ലൊരു വ്യൂ ഇവിടെ വന്ന് കാണാൻ പറ്റും. ബേക്കൽ ഫോർട്ട് പച്ച പുല്ലിൻ്റെ ഇടയ്ക്കിൽ ഇങ്ങനെ ബേക്കൽ ഫോർട്ട് നിൽക്കുന്ന കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാം. പിന്നെ അതോടൊപ്പം തന്നെ ഇതുണ്ട് ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ പേയ്മെൻറ്റ് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊച്ചുകുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അതിരാവിലെ ആയത് കാരണം ഇവിടെ ആരുമില്ല. കുറച്ചുകൂടെ വൈകിയിരുന്നെങ്കിൽ കുറച്ച് ആൾക്കാരുണ്ടാകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു പ്രൈവറ്റ് ബീച്ചാണ്. ഇവിടെ അങ്ങനെ മറ്റാൾക്കാരും അങ്ങനെ വരില്ല. ഒരു പ്രൈവറ്റ് ബീച്ചാണ്. അങ്ങനെ പബ്ലിക്കിന് കയറണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് കയറണം. ബട്ട് ഇറ്റ്സ് വെരി നീറ്റ്, വെൽ മെയിൻറ്റെയിൻഡ്. നമുക്ക് ആ ബേക്കൽ ഫോർട്ടിൻ്റെ ഭംഗി ഇവിടെ നിന്ന് ശരിക്കും ആസ്വദിക്കാം. പിന്നെ ധാരാളം തണൽ വൃക്ഷങ്ങളായിട്ട് തെങ്ങുകളും മറ്റുമൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ താഴെ കുറേ ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാറ്റ് കൊണ്ട് വിശ്രമിക്കാൻ പറ്റിയൊരു ഇടമാണ്. പിന്നെ ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു വിട്ടിൽ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പം നിലവിലെ തര കാര്യമായിട്ടില്ല, പക്ഷെ എന്നാലും ഒരു ചെളി ഫീൽ ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ മികച്ച രീതിയിൽ കൊണ്ടുപോകാവുന്നൊരു സ്ഥലമാണ്. എന്നാലും ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ ഫുള്ള് കാട് പിടിച്ചടക്കാണ്. കണ്ടാൽ അറിയാം. കുറച്ച് നല്ല രീതിയിലൊന്ന് മെയിൻ്റനൻസ് വർക്ക് ചെയ്ത് ആൾക്കാരെയൊക്കെ നിർത്തി കുറച്ച് പൈസയൊക്കെ മുടക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെ ആക്കി മാറ്റാൻ പറ്റിയൊരു പാർക്കാണിത്. എൻട്രൻസ് ഫീസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഈ നിൽക്കുന്ന പുല്ലാണെങ്കിൽ പോലും അതൊന്ന് നല്ല രീതിയിൽ വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ബേക്കൽ ബീച്ച് ഫോർട്ടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ല അടിപൊളി മലയാളത്തിലുള്ള ട്രാവൽ വീഡിയോസാണ് ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ല ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ആൻഡ് കൂടുതൽ വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.